കുറച്ച് ദിവസം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, പനി പിടിച്ച ഒരാഴ്ച കിടപ്പായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. ഒരു കുട്ടി പർച്ചേസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇതേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇതേ ഷോപ്പിൽ വന്നതാണ്. സാധാരണ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇച്ചിക്കൊണ്ട് കൊണ്ടുപോകാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഡ്രസ്സ് എടുത്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ ചെറുക്കനും കാണില്ല. അപ്പുറത്തെ ഫ്ലോറിലായിരിക്കും ചിലപ്പോൾ ചെറുക്കൻ വന്ന് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നല്ല ഡീസൻറ്റ് കൊച്ചായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടി ഡ്രസ്സൊക്കെ ഇങ്ങനെ തവി പറക്കിയെടുത്തതിന് ശേഷം പിന്നെ കിച്ചൺ എടുക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ കിച്ചൺ ഷർട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അവിടെ. പിച്ചുക്കുണ്ണൻ അവിടെ നിൽക്കുന്ന ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയായിട്ടോ. അവർ പിന്നെ ഭയങ്കര വർത്താനം കാര്യങ്ങളൊക്കെയാണ്. അവൻ പോയാലും പിന്നെ അവന് പറ്റി തോറാണ് കൈ കിട്ടൂട്ടോ. അപ്പോൾ പശയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് വീട്ടിലാണെങ്കിലും പശയാണ് കേട്ടോ അവന് ഏറ്റവും ഇഷ്ടം, സ്റ്റിക്കർ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് കടയിൽ കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും സ്റ്റിക്കർ കിട്ടുമല്ലോ. അപ്പോൾ അത് എവിടെ നിന്നോ കിട്ടിയിട്ടോ. അതാണ് അവൻ മൊത്തം അവൻ്റെ കയ്യിൽ ഒട്ടിച്ചുകൊണ്ട് എടുക്കുമായിരുന്നു. ഇനി കിച്ചൺ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയപ്പോൾ വാലടിച്ചപ്പോൾ അച്ഛൻ ഞാനും വരാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ കൂടെ കയറിപ്പോയി. കയറി കഴിയുമ്പോൾ ചെറുക്കൻ പെട്ടുപോയില്ലേ, ഇതന്നെ ഇത്രയേ ഉള്ളൂ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നായി അവസ്ഥ. എന്നിട്ട് പിന്നെ ആളെ പുറത്തിറക്കി ഞാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ നേരെ പോവാണ് കേട്ടോ. വേറെ കൂടുമല്ലേ, ഇടയ്ക്കിടയ്ക്ക് അവന് പാപ്പം കഴിക്കണം. പാപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. പിന്നെ വീട്ടിൽ ഞങ്ങൾ ഷോപ്പിലേക്ക് കയറി വന്നു. അതേ വന്നപ്പോൾ കുറച്ച് റീസെൻ്റ് ആയാലും കുരുത്തക്കേട് നമ്മുടെ കൂടെ പിറപ്പാണല്ലോ, അത് പുറത്തെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കുറച്ച് നേരം കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കടയിൽ കയറിയപ്പോൾ അവൻ എവിടെയോ വെച്ച് കഴിച്ച് കണ്ടു മറന്നൊരു ഒരു പലഹാരം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അത് തന്നെ വേണം. പിന്നെ കുറേ പ്രാവശ്യം പറഞ്ഞേടാ പോനെ വേറെ വാങ്ങിച്ചു തരാം, അത് വേണ്ട, എരിവാന്ന്. അവൻ അത് തന്നെ മതി. പക്ഷെ കാർ കയറി കൊച്ചത് കഴിച്ചിടുമ്പോൾ അയ്യോ അമ്മ എരിവാന്ന് പറഞ്ഞു. പക്ഷെ അവനോ വിടാൻ ഒരിക്കലും തയ്യാറായില്ല. അത് തന്നെ അവനോട് കഴിച്ചുകൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വന്ന് സ്നേഹ ഓർഗാനിക് ഫാമിലിയായിട്ടാണ് കേട്ടോ. ചേച്ചിയുടെ അടുത്തായിട്ടാണ് വന്നേ. അവിടെ വന്ന് കഴിയുമ്പോൾ ഇച്ചിക്കൂട്ടും അബിയുടെ കൂടെ അവർ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തൊക്കെയോ അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവരായി അവൻ്റെ പാടായി. ഇതൊക്കെയാണ് സ്നേഹ ഓർഗാനിക് ഫാം. അപ്പോൾ ഇത് മാത്രമല്ല, ഒരു ലോഡ് സാധനങ്ങളുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടമായ ഐറ്റംസ് ഉണ്ട്, സെയിലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി കിച്ചണോടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടിപൊളി സാധനം വേറെ കാണിച്ചു തരാം. ഇതെന്ത് ചാമ്പ, ഇതെന്ത് ചാമ്പയാണെന്ന് ചോദിക്കാൻ എനിക്കറിയത്തില്ല. പല ഇനത്തിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് അവിടെ ഇഷ്ടംമാതിരി അത് നിൽക്കണം. ബഡാണ് കേട്ടോ, കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് അങ്ങനെ വേറെ എന്തോ ഇനത്തിൽപ്പെട്ട ഒരു പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പൈനാപ്പിൾ കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ചൊരു വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞു റംബൂട്ടാൻ പറിച്ചുകൊണ്ട് പോകണം പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ ഒരു പനിയൊക്കെ കഴിഞ്ഞ് ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണ്ട എന്നങ്ങ് മേടിച്ചു. വീണ്ടും നീർക്കെട്ട് കയറിയാലോ പറയാൻ പറ്റില്ല. നീർക്കെട്ട് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന്. ഇച്ചിക്കൂടും ചെറിയ ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റംബൂട്ടാൻ അധികം ഇച്ചിക്കൂട് കൊടുക്കാൻ വേണ്ടി നിന്നില്ല കേട്ടോ. അപ്പോൾ അവനിത് നല്ലതാണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവന് വേറെ 2 3 പറിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു.